இந்த കേരളം എത്ര സുന്ദരം ഹായ് കൂട്ടുകാരെ, ജോലിക്കിടയിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ അബദ്ധങ്ങളും എന്നാൽ ജോലി ചെയ്യാൻ തന്നെ ഒട്ടും താല്പര്യവുമില്ലാത്ത ആളുകളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ കുറച്ച് ചേട്ടന്മാർ ഭയങ്കര ജോലിയിലാണ്. ലോറിയിൽ നിന്നും ഒരാൾ കട്ടയെടുത്ത് കൊടുക്കുന്നു. താഴെ 4 പേര് നിരന്ന് നിൽക്കുന്നു. 4 പേരുടെ കയ്യിൽ നിന്നും മാറി മാറിയാണ് പണിയുന്ന ആളുടെ അടുത്തേക്ക് കട്ട എത്തുന്നത്. അതിലും വലിയ ജോലിയാണ് ഇവിടെ നടക്കുന്നത്. ഈ ജോലി ഒരിക്കലും തീരില്ല. ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുക്കും. എന്നാലും ഈ ജോലി തീരില്ല. ഇവരിങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് ജോലിയെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഒരാൾ ലോറിയിൽ നിന്നും എന്തോ ഒന്ന് താഴേക്ക് കൊട്ടിയിടുന്നു. മണ്ണാണെന്ന് തോന്നുന്നു. എന്നാൽ താഴെ നിൽക്കുന്നയാൾ അത് കോരി നേരെ ലോറിയിലേക്ക് തന്നെ ഇടുകയാണ്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. ഇനി നമുക്കൊരു വർക്ക്ഷോപ്പിലേക്ക് പോവാം. അവിടുത്തെ ജോലിക്കാരനെയും ജോലിയും പരിചയപ്പെടാം. ആള് കാറിൻ്റെ ടയർ മാറുകയാണ്. ടയറൊക്കെ മാറി അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ് കേട്ടോ. അതാ കയ്യിൽ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ടയർ ഊരിയോണ്ട് കുഴപ്പമില്ല, ഉറങ്ങിയാലും കാറ് കൊണ്ടുപോവില്ലല്ലോ. പഞ്ചായത്തിലെ ഏറ്റവും ബുദ്ധി കൂടിയ ജോലിക്കാരനുള്ള അവാർഡ് കിട്ടിയ ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടൻ്റെ ജോലിയും ചേട്ടൻ്റെ ബുദ്ധിയും അപാരം തന്നെയാണ്. കിടന്നുകൊണ്ട് എത്ര സ്പീഡിലാണ് ജോലികൾ ചെയ്യുന്നത്. വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് ഉറങ്ങുകയും ചെയ്യാം. വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരം മുറിക്കലാണ്. വളരെ കൃത്യതയോടെ ചെയ്യേണ്ട പണിയാണ്. മരം എവിടെ വീഴണം എന്നെല്ലാം മുറിക്കുന്നയാൾക്ക് തീരുമാനിക്കണം. വീട്ടുകാരോട് എന്തോ ദേഷ്യമുള്ള ആളാണെന്ന് തോന്നുന്നു. വളരെ കറക്റ്റായിട്ട് മുറിച്ച് ഇട്ടിട്ടുണ്ട്. കണ്ടു നോക്കാം. ഉയരത്തിലുള്ള കമ്പ് മുറിക്കാൻ കമ്പിൻ്റെ മുകളിൽ കയറിയിരുന്ന് മുറിക്കുന്ന ബിരുദന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു മുറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളരെ സുരക്ഷയോടെ എത്ര ഉയരത്തിലുള്ള കമ്പും ചേട്ടൻ മുറിച്ചെടുക്കും. ഇതൊരു കഴിവ് തന്നെയാണ് കൂട്ടുകാരെ. നല്ല ചങ്കുറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ജോലി പറ്റുകയുള്ളൂ. കണ്ടിട്ട് തന്നെ തല കറങ്ങുന്നു. ചുമ്മാ ഒന്ന് കയറാൻ പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റില്ല. സ്റ്റെപ്പിലൂടെ ഒരു ഉപകരണം എങ്ങനെ എളുപ്പം ഇറക്കാമെന്നാണ് ചേട്ടൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആരും കണ്ടു പഠിക്കരുത്. ഇനി ചെറിയൊരു തട്ട് കൊടുത്താൽ മതി. ഈ തൂണാൻ തോന്നുന്നു. ഇത് വലത്തേക്ക് തന്നെ വീഴും അതോ ഇടത്തേക്കാണോ വീഴുക? നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഉറപ്പായിട്ടും വലത്തേക്ക് തന്നെ വീഴും. എങ്ങനെ ഇരിക്കുന്നു?